നമസ്കാരം മക്കളെ, ഇത് നെയ്മത്തി കൊണ്ട് പീര തയ്യാറാക്കിയിരിക്കുകയാണ്. ഇതിന് ഞങ്ങൾ നെയ്മത്തി നിന്ന് തന്നെയാണ് പറയാറ് കേട്ടോ, മത്തി എന്നും പറയും. അപ്പോൾ പല സ്ഥലങ്ങളിൽ പല പേരാണ് കേട്ടോ ഇതിന്. അപ്പോൾ ഞങ്ങൾ മത്തി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നല്ല രുചികരമായ രീതിയിൽ പ്രത്യേക ചേരുവകളൊക്കെ ഉപയോഗിച്ച് പ്രത്യേക രീതിയിൽ തയ്യാറാക്കിയിരിക്കുന്നത്. ഞാൻ എൻ്റെ ശൈലിയിൽ ഞാൻ ഇങ്ങനെയാണ് തയ്യാറാക്കുന്നത്. വളരെ ടേസ്റ്റാണ്. ഈ മത്തി കഴിക്കാത്തവരും ഇതേ രീതിയിൽ പീര, മത്തി എന്ന് പറയുന്ന മീൻ എല്ലാവർക്കും ഇഷ്ടമാണിത്. വളരെയേറെ പോഷക ഗുണങ്ങളുള്ള ഒരു മീനാണ്. ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ളത് നമ്മുടെ ഹൃദയാരോഗ്യത്തിനൊക്കെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു മീനാണ് മത്തി. അപ്പോൾ ഇത് കഴിക്കാത്തവരും ഒക്കെ കഴിക്കും, എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 1/2 കിലോ മത്തി, അതായത് ഒരു മീഡിയം സൈസിലുള്ള, വലുതല്ല എന്നാൽ ചെറുതുമല്ല, ഇത് വെച്ച് പീര വെക്കാൻ പോകണം. അപ്പോൾ നമ്മളിത് വട്ടി തേച്ച് കഴുകിയെല്ലാം കഴുകി കൊണ്ടുവന്നതാണ്. ഇത് കണ്ടേ, ഇതേ രീതിയിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് നമ്മൾ ഈ മീൻ പീരയ്ക്ക് കട്ട് ചെയ്യുന്നതെങ്കിൽ ഇതിനകത്ത് എരിയും പുളിയും ഒക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതേ രീതിയിൽ മത്തി എല്ലാം ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് വെള്ളത്തിലിട്ട് ഒലച്ച് കഴുകും. കാരണം ഇതിൻ്റെ ബ്ലഡ് വന്നിട്ടുണ്ടല്ലോ, ആ ബ്ലഡൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടി നമ്മൾ വീണ്ടും ഇതൊന്ന് കഴുകിക്കൊണ്ട് വരാം. പിന്നെ ഇതിൽ ചേർക്കാനായിട്ട് നമ്മൾ പുളി, 1 കുടം പുളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് തോട്ടുപുളി അല്ലെങ്കിൽ വടക്കംപുളി എന്നൊക്കെ പറയും. ഇതാണ് നമ്മൾ മീനിൽ ചേർക്കാറ്. ഇത് കീറിയിട്ടാൽ മതി. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ചെറിയ ഉള്ളിയുടെ അളവാണ്. എത്ര ഇട്ടാലും നല്ലതാണ്. ഇതിപ്പം 10, 15, 20ഓളം ഉള്ളിയുണ്ട്. അത് എണ്ണ തിട്ടപ്പെടുത്താത്ത രീതിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ ആവശ്യത്തിന് എരിവിനുള്ള പച്ചമുളകും പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. നമ്മളിതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പണ്ടൊക്കെ കല്ലിലിട്ട് ചതച്ച് ആണ് നമ്മൾ മീൻ കറി വെച്ചിരുന്നത്. ഇപ്പം നമ്മൾ ഈ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് ഞെരടിയൊക്കെ ചേർക്കും. അപ്പോൾ ഞെരടി ചേർക്കുന്നതിനേക്കാളൊക്കെ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ ഇത് ചതച്ച് ചേർക്കുന്നതാണ്. അപ്പോൾ ആ ചതച്ച് ചേർക്കുന്നതിന് പകരം ഞാനിവിടെ നമ്മുടെ ഇടികല്ലിലിട്ട് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ചതച്ചിട്ട് നമ്മൾ മിക്സിക്കകത്തിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കും. അപ്പോൾ ഇതിൻ്റെ ആ നീര് ഇറങ്ങി ആ മീനിനകത്ത് പിടിച്ച് നല്ല ടേസ്റ്റ് കിട്ടും. അതിനാണ് അങ്ങനെ ചെയ്തത്. അപ്പം അതിനായിട്ട് ചേർക്കാനായിട്ട് ഞാൻ 1 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. 1 മുറി തേങ്ങയ്ക്കകത്ത് നമ്മൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ കണക്കാക്കി മുളക് പൊടി, നമ്മൾ കളറിനായിട്ടാണ് നമ്മൾ പച്ചമുളകാണ് എരിവിന് ചേർക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി വേണമെങ്കിൽ ചേർത്താൽ മതി, ഞാൻ ചേർക്കും കേട്ടോ. 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി എന്നിവ ചേർത്തിട്ടുണ്ട്. നമ്മളിനി നമ്മുടെ ചെറിയ ഉള്ളി ഇതിനകത്തിട്ടൊന്ന് ചതയ്ക്കുന്നുണ്ട് കേട്ടോ. ചതയ്ക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ നീരെല്ലാം ഇറങ്ങി നമ്മുടെ മീനിനകത്ത് പിടിച്ച് നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അല്ല നമ്മൾ ഞെരടി ചേർത്താൽ അരിഞ്ഞ് ഞെരടി ചേർത്താൽ ആ ഒരു ടേസ്റ്റും കിട്ടത്തില്ല. അപ്പോൾ ഇതേ രീതിയിൽ ഒന്ന് ചതച്ചെടുത്തിട്ടാണ് നമ്മൾ തേങ്ങയ്ക്കകത്തിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് ഒന്ന് ചതച്ച് ഇതിൻ്റെ നീരിറങ്ങത്തക്ക രീതിയിൽ ഒന്ന് ചതച്ച് വരാം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല, കഷ്ണം കഷ്ണമായിട്ട് മീനിനകത്ത് കിടക്കും ഇത്. അപ്പോൾ അതിൻ്റെ ഗുണമൊന്നും നമ്മുടെ ആ മീനിന് കിട്ടത്തില്ല, ടേസ്റ്റും കിട്ടത്തില്ല. അപ്പോൾ ഇതേ രീതിയിൽ ചതച്ചെടുത്ത് ചെയ്ത് നോക്കണം മക്കളെ, അന്നേരം അറിയാം ഇതിൻ്റെ രുചി. ഞാൻ പറഞ്ഞില്ലേ, പഴയ കാലം നമ്മൾ അരകല്ലിൽ വെച്ച് ചതച്ച് കറി വെക്കുന്ന ഫീല് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ ചെയ്യണം. അപ്പം മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അതൊന്ന് വിതർന്ന് കിട്ടാൻ വേണ്ടി. പിന്നെ നമ്മുടെ ഇഞ്ചിയും നമ്മൾ അതേപോലെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ ചതച്ച് നമ്മുടെ മിക്സിക്കകത്തോട്ട് ഇട്ടിട്ട് അതിനകത്തോട്ട് നമ്മുടെ ഈ തേങ്ങാക്കൂട്ടും ഇട്ട് ഒന്ന് ക്രഷ് ചെയ്യത്തേ ഉള്ളൂ കേട്ടോ. ഒറ്റ പൾസ്, 2 പൾസ് അടിക്കത്തേ ഉള്ളൂ. അപ്പോൾ പൾസ് അടിച്ച് നമ്മൾ അതിൻ്റെ ചട്ടിക്കകത്തോട്ട് ഇതങ്ങ് ഇട്ട് കൊടുക്കുവാണ്, കണ്ടില്ലേ. അപ്പോൾ ഇതേ രീതിയിൽ കളല്ല, തേങ്ങായും ഇതുപോലെ ഫുൾ ഇട്ടാൽ ഈ ടേസ്റ്റ് കിട്ടത്തില്ല കേട്ടോ. ഞെരടി ചേർത്താലും ഫുൾ ചേർത്താൽ കിട്ടത്തില്ല. ഇതേ രീതിയിൽ ഇട്ടെങ്കിലേ നമ്മുടെ മീനിനകത്തൊക്കെ നല്ല രീതിയിൽ പിടിക്കത്തുള്ളൂ. ഇതേ രീതിയിൽ പൊടിയായിട്ട് നമ്മൾ ക്രഷ് ചെയ്തെടുക്കണം. അരയ്ക്കുമല്ല, ക്രഷ് ചെയ്ത് നമ്മൾ കല്ലേ വെച്ച് ചതയ്ക്കുന്ന അതേ രീതിയിൽ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് പച്ചമുളക്, നമ്മളെ ബുള്ളറ്റ് മുളകാണ് ഇത്, കുറച്ച് നമ്മൾ ഉണ്ടമുളക് പോലൊക്കെ ഉള്ളത് കട്ട് ചെയ്തിടുന്നുണ്ട്. 5-8 പച്ചമുളക് എടുക്കുന്നുണ്ട് കേട്ടോ, എരിവിനായിട്ടാണേ. അപ്പോൾ ഇതും നമ്മൾ അരിഞ്ഞിട്ടിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് നമ്മളൊന്ന് തിരുമും കേട്ടോ. നമ്മുടെ കൈ കൊണ്ട് തിരുമുന്നതെന്ന് വടക്കോട്ടുള്ളവരൊക്കെ പറയും. നമ്മുടെ കൈ കൊണ്ടൊന്ന് ഞെരടും കേട്ടോ. കൂട്ടി ഞെരടുമ്പം ഈ തേങ്ങയ്ക്കകത്തുള്ള ആ പാലും നമ്മുടെ ഉള്ളിയെല്ലാം കൂടെ വീണ്ടും ഒന്ന് കൂട്ടി യോജിക്കും. അപ്പോഴാണ് ഈ കറിയുടെ ടേസ്റ്റ്. അപ്പോൾ ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കണം മക്കളെ, 1 തവണയെങ്കിലും. അപ്പോൾ പിന്നെ ഇങ്ങനെ നമ്മൾ ചെയ്യും. അല്ല വെറുതെ പെട്ടെന്ന് എളുപ്പത്തിന് തേങ്ങയും ചിരകിയിട്ട് ഉള്ളിയും കട്ട് ചെയ്തിട്ടാൽ ഒരു രുചിയും കാണത്തില്ല, മീനെ പിടിക്കത്തില്ല. കാരണം നമ്മൾ പീര പറ്റിക്കുന്നതുകൊണ്ടാണ്. വെള്ളത്തിലിട്ട് കറി വെക്കുകയാണെങ്കിൽ അങ്ങ് പിടിക്കും കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്ത് അതൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ അരപ്പ് മിക്സാക്കി എടുത്തിട്ട് നമ്മൾ കുറച്ച് വെള്ളം വെക്കണം, മീൻ വേവണമല്ലോ. അപ്പോൾ ഈ മീൻ നഖക്ക നിൽക്കത്തക്ക രീതിയിൽ ആദ്യം വെള്ളം വേണ്ട, കുറച്ച് വെള്ളം വെച്ച് വേണം അത് വേവിക്കും. പിന്നെ മീനിൻ്റെ വെള്ളം ഇറങ്ങി വരുമല്ലോ. പിന്നെ ഇതിലേക്ക് നമ്മൾ പുളിയും കീറി അങ്ങിട്ട് കൊടുത്ത് കൂട്ടിപ്പരട്ടി, കണ്ടില്ലേ, നമ്മുടെ കയ്യിൽ കൂടെ
മിക്സ് കഴുകി ഒഴിച്ചു കൊടുത്ത് അങ്ങനെ കേട്ടോ. പിന്നെ മീനും പറക്കിയിട്ട് കൊടുത്ത് അന്ന് നമ്മൾ കൂട്ടി ഇളക്കണമല്ലോ. അതിൻ്റെ അരപ്പ് എല്ലാവരോടും പിടിക്കും. ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിലേ ഈ അരപ്പ് പിടിക്കത്തുള്ളൂ മക്കളെ. അല്ലെങ്കിൽ നമ്മുടെ തേങ്ങയൊക്കെ അതേ രീതിയിൽ കിടക്കും, ഉള്ളി അതേ രീതിയിൽ കിടക്കും, ഇതിന് അധികം രുചി കിട്ടുകയില്ല. ഞാൻ എൻ്റെ അനുഭവമാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ താഴ്ത്തി എല്ലാം വെച്ചു. നമ്മളിനി ഒന്ന് അടച്ചു വെക്കാം കേട്ടോ. തിളച്ച് വരാൻ വേണ്ടി ഒന്ന് അടച്ചു വെക്കാം. ചെറുതായിട്ടൊന്ന് തുറന്ന് വേണം അടച്ചു വെക്കാം കേട്ടോ. ഇതിപ്പം അങ്ങനെ അല്ലെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ തിളച്ച് വന്നിട്ട് ഞാൻ അടുക്കി കിടക്കുന്ന മേളിൽ കൊണ്ടുവരാൻ തക്ക രീതിയിൽ ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതേ രീതിയിൽ ഇളക്കിയാൽ പൊടിയത്തൊന്നുമില്ല കേട്ടോ. ഇതിപ്പം വേവാത്തതുകൊണ്ട് പൊടിയത്തില്ല. ഇതേ രീതിയിൽ നമ്മളെങ്ങും ടച്ച് ചെയ്യാതെ മീനൊന്നും ഉടയാത്ത രീതിയിൽ നമുക്ക് ചെറിയ രീതിയിലൊന്ന് ഇളക്കി എല്ലാം ഒന്ന് തിരിച്ചിട്ടിട്ട് നമുക്ക് വീണ്ടും ഇത് അടച്ചു വെച്ച് ഒന്ന് പറ്റിച്ചെടുക്കാം. മീനിൻ്റെ വെള്ളമെല്ലാം പറ്റി ഈ സമയത്ത് ഉപ്പും നോക്കാം കേട്ടോ. തിളച്ച് കഴിഞ്ഞപ്പോൾ ഉപ്പും നോക്കി. അപ്പോൾ ഇത്രയും മതി. നമ്മൾ ആദ്യം പീരയ്ക്കും ഒന്നും ആദ്യം ഉപ്പ് ചേർത്താൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ നമുക്ക്. അപ്പം നമ്മൾ വീണ്ടും നോക്കി. അപ്പം നമ്മുടെ മീനെല്ലാം അവിടെ പറ്റി റെഡിയായി വന്നപ്പോൾ ഞാനൊന്ന് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് നോക്കി ചെയ്തപ്പോൾ അടിക്ക് പിടിച്ചോന്നറിയാം. അടിക്ക് ഒട്ടും പിടിച്ചിട്ടില്ല കണ്ടില്ലേ. അപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുവാണ്. കാരണം അതിൻ്റെ വെള്ളമെല്ലാം ആ ഇളക്കുന്ന സ്പേസിൽ വന്ന് കിടന്നങ്ങ് പറ്റാൻ വേണ്ടിയാണ്. പിന്നെ നമ്മൾ ഇതേ രീതിയിലൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. കുത്തി ഉടയ്ക്കാതെ തന്നെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പൊക്കിയിട്ട് നമുക്ക് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ഇളക്കി ഇട്ടാൽ മതി. അതിന് പൊടിയത്തേ ഇല്ല. അപ്പോൾ ഇങ്ങനെ ഇളക്കി ഇടുമ്പോഴാണ് നമുക്ക് ഒന്നി തൊടാതെ കിടക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ കൂന കൂടി ഇരുന്നങ്ങ് കുഴഞ്ഞിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ നമ്മുടെ പീരയെല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല കുഴയാതെയും ഉടയാതെയും നമ്മുടെ മീൻ ഉടയാതെയൊക്കെ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടേ, നല്ല രുചിയാണ് കേട്ടോ. ഈ ഒരു മീൻപീര മതി നമുക്ക് ചോറ് കഴിക്കാൻ. ഒരു രസവും ഈ മീൻപീരയും പിന്നെ എന്തെങ്കിലും ഒരു തോരനും അല്ലെ ഒരു അവിയൽ ആയാലും മതി. ഇത് കൂട്ടി നമുക്ക് ചോറ് കഴിക്കാനുണ്ട്. അപ്പോൾ ഇത് നിരത്തി ഇട്ട് കൊടുത്ത് കണ്ടില്ലേ. എന്താ വെള്ളമൊക്കെ കുറച്ചുകൂടെ പറ്റണം. നമ്മൾ പീരയാകുമ്പോൾ കുറച്ചുകൂടെ വെള്ളം പറ്റണമല്ലോ. അങ്ങനെ പറ്റി ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ചു. ആവി പിടിച്ചാലത് പുക ചോയ്ക്കത്തൊന്നുമില്ല കേട്ടോ. കണ്ടില്ലേ, പെർഫെക്റ്റ് ആയിട്ട് ഒന്നി തൊടാതെ നമ്മുടെ അതിനകത്ത് പിന്നെ വീണ്ടും കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് ഒന്ന് കൂട്ടിയിളങ്ങും കേട്ടോ. ഉടയത്തില്ല. അത് കൂട്ടിയിളക്കിയാൽ നിരത്തി ഇട്ട് കൊടുത്ത് കറിവേപ്പില നമ്മുടെ സ്പൂൺ കൊണ്ട് നിരത്തി ഇട്ട് കൊടുത്ത് നമുക്കിനി ഇതൊന്ന് നമ്മുടെ സെർവിങ് പ്ലേറ്റിലേക്ക് കണ്ടില്ലേ. നല്ല പൂ പോലിരിക്കുന്ന നമ്മുടെ മത്തിപ്പീര ഇവിടെ റെഡിയായി മക്കളെ. ഒരു തവണയെങ്കിലും ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ. ചെയ്യാത്തവർ ഇതേ രീതിയിൽ ചെയ്യണമെങ്കിലാണ് ആ രുചി ആ മീനിനകത്ത് അതിൻ്റെ അരപ്പുമൊക്കെ കിട്ടി നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഞാൻ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുവാണ്. നമുക്ക് ആവശ്യാനുസരണം നമുക്കിത് കൂട്ടി ചോറ് കഴിക്കാം. അപ്പം മക്കളെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഇതേ രീതിയിൽ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക. ഹൈപ്പ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്ന മക്കൾ സബ്സ്ക്രൈബ് ചെയ്ത് അമ്മയെ സഹായിക്കണം. അപ്പോൾ കണ്ടില്ലേ മക്കളെ, ഇത് കൂട്ടി ചോറ് കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. അപ്പം അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെയും മക്കളെ എല്ലാവരും സുഖമായും സന്തോഷമായിട്ടിരിക്കുക. നന്ദി, നമസ്കാരം മക്കളെ.